ഇപ്പോഴും നമ്മുടെ വിൻ്റർ ഇൻടേക്കിലേക്ക് പ്രോസസ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അല്ലെങ്കിൽ വിൻ്റർ ട്രൈ ചെയ്യണോ എന്താണെന്നുള്ളൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കാത്ത, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കുറേ സ്റ്റുഡൻസ് ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സമയത്ത്, അതായത് ഒരു മിഡ് ഏപ്രിൽ തൊട്ടിട്ട് വിൻ്റർ ഇൻടേക്ക് നോക്കുക എന്ന് പറയുന്നത് ഈസി അല്ല, പക്ഷേ ഇമ്പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ യൂണിവേഴ്സിറ്റീസിലേക്കും വിൻ്ററിലേക്കുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസിലേക്കും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബാച്ചിലേഴ്സിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം? ജർമ്മൻ്റെ കേസിൽ അത് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ളൊരു ഏരിയയാണ് ബാച്ചിലേഴ്സിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് സിനാരിയോസ് ഇങ്ങനെ കാണുന്നുണ്ട്. കുട്ടികൾ അവിടെ പോയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സിനാരിയോസ്. ലാസ്റ്റ്ലി എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് കിട്ടാതെ വരുന്ന സമയത്തേക്ക് ഇതേ മേ എൻഡ് അപ്പ് ഇൻ സം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ഇതാണ്, ഏജൻസീസ് ഹൈ പ്രോസസ്സിങ് ഫീ ആണ്, അത് ഭയങ്കര കൂടുതലാണ്. ചില ടീംസൊക്കെ നമുക്ക് IELTS-ഉം അതുപോലെ APS-ഉം യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ എല്ലാം അടക്കം 50 ഉള്ളൂ, 70 ഉള്ളൂ, ആ രീതിയിലൊക്കെ. ഇറ്റ്സ് എ പ്രീമിയം സർവീസ്. ഇത് ജർമ്മനി എന്ന് പറഞ്ഞ കൺട്രി നമ്മളിപ്പോൾ UK കാനഡയിലേക്കോ പോകുന്ന പോലെ ചെയ്യേണ്ട ഒരു കൺട്രി അല്ല. നമ്മൾ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഇട്ടിട്ട് അഡ്മിഷൻ എടുക്കേണ്ട കൺട്രി അല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു അഡ്മിഷൻ ഇട്ടിട്ട് അപ്ലിക്കേഷൻ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ ഗെറ്റിംഗ് ഇൻ ടു എ ട്രാപ്പ്. നമ്മൾ ലാസ്റ്റ് സമയത്ത് സംസാരിച്ച ടൈമിൽ ഏകദേശം വിൻ്റർ ഇൻടേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ടൈമായിരുന്നു, ഒരു ഡിസംബർ ജാനുവരി ടൈമിലായിട്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏപ്രിൽ മിഡായി. ഓൾമോസ്റ്റ് നമുക്ക് ഓഫർ ലെറ്റേഴ്സ് വന്നു വിൻ്റർ ഇൻടേക്കിലേക്കുള്ള. പല യൂണിവേഴ്സിറ്റീസിൻ്റെ ഡെഡ്ലൈൻസ് കഴിഞ്ഞു. ഇനിയിപ്പം കുറേ അപ്ലിക്കേഷൻസ് ഒക്കെ ഓൺ ഗോയിങ് ആണ്. ഇപ്പോഴും നമ്മുടെ വിൻ്റർ ഇൻടേക്കിലേക്ക് പ്രോസസ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അല്ലെങ്കിൽ വിൻ്റർ ട്രൈ ചെയ്യണോ എന്താണെന്നുള്ളൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കാത്ത, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കുറേ സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക് വിളിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു വിൻ്റർ ഇൻടേക്ക് 2025 ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ അവർക്കൊരു കൊടുക്കാനുള്ള അഡ്വൈസ് എങ്ങനെയായിരിക്കും? ആക്ച്വലി ഇത് നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോകളിലായിട്ട് പറയുന്നതാണ്. ഒരു പ്ലാനിങ്, ഏകദേശം ഒരു വർഷത്തെ പ്ലാനിങ് ഇതിന് വേണമെന്നുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന സമയത്ത്, അതായത് ഒരു മിഡ് ഏപ്രിൽ തൊട്ടിട്ട് വിൻ്റർ ഇൻടേക്ക് നോക്കുക എന്ന് പറയുന്നത് ഈസി അല്ല, പക്ഷേ ഇമ്പോസിബിൾ അല്ല. അത്യാവശ്യം മാർക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ, ഇപ്പം APS-നും IELTS-ഉം അത് ഇങ്ങനത്തെ 2 കാര്യങ്ങളൊന്ന് നേരത്തെ ചെയ്തെടുക്കേണ്ടി വരും. പിന്നെ അത്യാവശ്യം മാർക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഐഡിയൽ ടൈം, ഇങ്ങനെ ഒരു കാര്യം നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐഡിയൽ ടൈം കുറച്ച് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്നതാണ്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി ഇപ്പോൾ നമുക്ക് തന്നെ ഏകദേശം ഒരു 35-40 ഓഫർ ലെറ്റേഴ്സ് വന്നു തുടങ്ങി. ഓൾറെഡി അവരുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ലോണിന് പോകുന്നവർ ലോണിന് പോകുന്നുണ്ട്, വിസയുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ സമയം ഭയങ്കര ടൈറ്റായി പോയിന്. ഇത്രയും പ്ലാനിങ്, അതായത് ഏകദേശം ഒരു വർഷം കൊണ്ട് ചെയ്ത പ്ലാനിങ് 4 മാസം കൊണ്ട് ചെയ്യുന്ന സമയത്തേക്ക് വരുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അത് ഡെഫിനറ്റായിട്ടും സ്റ്റുഡൻസിനുണ്ടാവും. പിന്നെ അതെപ്പോഴും അങ്ങനെയാണ്. അതായത് നമ്മളത് ആദ്യം ഈ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സമയത്തേക്ക് പെട്ടെന്ന് ആർക്കും അത് കത്തില്ല, അത് ക്യാച്ച് ആവില്ല. പക്ഷേ സ്ലോലി ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ആയി വരുന്ന സമയത്തേക്ക് ഒരു ഇൻടേക്ക് മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ ഇനി വരുന്ന സ്റ്റുഡൻസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിൻ്റർ ഇൻടേക്ക് ഫസ്റ്റ് ഓപ്ഷനായിട്ട് വയ്ക്കാം. ഇൻ ദ വേസ്റ്റ് കേസ് അത് മിസ്സാവുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത സമ്മറും കൂടെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്യേണ്ടിയിരിക്കും. അതായിരിക്കും ഒരു ഐഡിയൽ സിനാരിയോ. അപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെങ്കിലും സെയിം ഒരു പ്രോസസ്സ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്? ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ് ആക്ച്വലി. ഇപ്പം ഈ ഒരു ഏപ്രിൽ മെയ് ആവുന്ന സമയത്തേക്ക് അവരുടെ എക്സാംസ് ഒക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങുന്നുണ്ടാവും. ഒരുവിധം യൂണിവേഴ്സിറ്റീസിൻ്റെയൊക്കെ എക്സാംസ് കഴിഞ്ഞ് തുടങ്ങി പ്രൊജക്റ്റിൻ്റെ സബ്മിഷനിലേക്കൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവരുടെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഫൈനൽ ഇയർ ഇപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഏകദേശം ഒരു ജൂൺ, ഇപ്പോൾ നമ്മൾ KTUയുടെ ഒക്കെ സിനാരിയോ നോക്കുകയാണെങ്കിൽ ഒരു ജൂൺ ജൂലൈ ഒക്കെയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ യൂണിവേഴ്സിറ്റീസിലേക്കും വിൻ്ററിലേക്കുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസിലേക്കും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, APS-ൻ്റെ അപ്ലിക്കേഷൻ നമുക്ക് ചെയ്ത് വെക്കാം. IELTS-ൻ്റെ പ്രിപ്പറേഷൻ അവർക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം. യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ വിൻ്ററിലേക്ക് റിമൈനിങ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലിക്കേഷൻസ് നമുക്ക് മെയിൽ അയച്ച് നോക്കിയിട്ട് എലിജിബിൾ ആണോ എന്നുള്ളത് നമുക്കറിയാം. എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഇൻടേക്ക് തന്നെ അപ്ലിക്കേഷൻ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത സമ്മറിലേക്കുള്ള പ്ലാനിങ് ചെയ്യാം. അപ്പോൾ സമ്മർ എന്ന് പറയുന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വിൻഡോ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പം ചില കോഴ്സസ് ചിലപ്പം കുറച്ചും കൂടി ഡിമാൻഡിങ് ആയിരിക്കും. മേ ബി ഒരു GRE എക്സാംസിൻ്റെ ആവശ്യങ്ങളുണ്ടായിരിക്കും, ജർമ്മൻ ലാംഗ്വേജ്, ജർമ്മൻ സ്കിൽസ് വേണ്ടി വരുമായിരിക്കും. ആ രീതിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഐഡിയൽ ടൈം, അതായത് ഒരു ഫൈനൽ ഇയർ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഒരു ഐഡിയൽ ടൈം. ഇപ്പോൾ അവർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഇൻടേക്ക് മിസ്സാവാത്ത രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. അതായത് ഒരു പ്രോപ്പർ ബാക്കപ്പ് വെച്ചിട്ട് ഓൾറെഡി ഇപ്പം കോഴ്സ് കഴിഞ്ഞിട്ട് അടുത്തൊരു ഇൻടേക്ക് ആവുന്ന സമയത്തേക്ക് ഒരു 1 ഇയർ വിൻഡോ അവർക്ക് കിട്ടുന്നുണ്ടാവും. ആ വിൻഡോ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ പോയിട്ടുണ്ടെങ്കിലും അവർക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാവും. അതെ, അവിടെ പോയിട്ടും കാര്യങ്ങൾ എളുപ്പമാവും. സോ അവരെ സംബന്ധിച്ചിടത്തോളം, അത് ഫൈനൽ ഇയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് ദ ഐഡിയൽ ടൈം, അങ്ങനെ പറയാം. നമ്മളിപ്പോൾ മാസ്റ്റേഴ്സ് മാത്രമാണോ എൻമൈൻസിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യണത്, അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് പെർസ്പെക്റ്റീവിലേക്ക്? ഇപ്പം ജർമ്മനി കുറേ ആൾക്കാർ ബാച്ചിലേഴ്സിന് പബ്ലിക്കിലും പബ്ലിക്കിനും പ്രൈവറ്റും ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ബാച്ചിലേഴ്സിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം ജർമ്മൻ്റെ കേസിൽ? അത് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ളൊരു ഏരിയയാണ് ബാച്ചിലേഴ്സിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ. ബാച്ചിലേഴ്സിൻ്റെ കേസിൽ ഒരു ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 ഇയേഴ്സാണ് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ. ബാച്ചിലേഴ്സിനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ 12 ഇയേഴ്സാണ്. ജർമ്മനിയിൽ അത് 13 ഇയേഴ്സാണ്. ഓക്കെ, അപ്പം ഒരു സ്റ്റുഡൻറ്റ് കൊലീഗ് ഒരു വർഷം അവിടെ പോയിട്ട് പഠിച്ചിട്ട് 13th ഇയർ അവിടെ പോയിട്ട് പഠിച്ചിട്ട് വേണം അവരൊരു യൂണിവേഴ്സിറ്റിയിലേക്ക്
കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സിനാരിയോ വരുന്ന സമയത്തേക്ക് ഒരുപാട് ആൾക്കാർ ഫ്രീ എഡ്യൂക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 12th കഴിഞ്ഞിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഫോർ ദാറ്റ് മാറ്റർ ഒരുപാട് കോൾസ് അങ്ങനെ വരാറുണ്ട്. പല കൺസൾട്ടൻസീസിലും പോയി പ്രോപ്പറായിട്ട് വിവരം കിട്ടിയില്ല, സ്റ്റുഡൻറ്റ് അവിടെ പോയിട്ട് ബുദ്ധിമുട്ടാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോൾസ് നമുക്ക് വരാറുണ്ട്. അതിൻ്റെ ഒരു സിനാരിയോ എന്താണെന്ന് വെച്ചാൽ അത് അത്ര എളുപ്പമല്ല. അതായത് ഒരു വർഷം ബാച്ചിലേഴ്സ് അവിടെ പോയിട്ട് സ്റ്റുഡൻറ്റ് കൊളീഗ് ചെയ്ത് അത് ചിലപ്പോൾ ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും, അത് മിക്കവാറും പെയ്ഡ് ആയിരിക്കും, ഫ്രീ ആയിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ആ വർഷം അവർക്ക് ചിലപ്പോൾ അവരുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടും കൂടെ കാണിക്കേണ്ടി വരും. സോ ഇത് രണ്ട് വരുമ്പോൾ തന്നെ ചിലപ്പം ഒരു വലിയ എമൗണ്ട് വരും. അത് കഴിഞ്ഞിട്ട് ഒരു എക്സാം എഴുതി ക്ലിയർ ചെയ്തിട്ട് വേണം ഇവർ ബാച്ചിലേഴ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുന്ന സമയത്തേക്ക് ഓൾറെഡി ഒരു 1.5 വർഷം അവിടെ പോയിട്ടുണ്ടാവും. റൈറ്റ്. അതുകൊണ്ടാണ് ഈ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്കുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നത്. പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്കുള്ള ബാച്ചിലേഴ്സ് നമ്മളൊരുപാട് അത് എൻമൈൻസ് അത് ഒരുപാട് എൻകറേജ് ചെയ്യാത്തതിൻ്റെ ഒരു റീസണും അതാണ്. ഒരുപാട് സിനാരിയോസ് ഇങ്ങനെ കാണുന്നുണ്ട്, കുട്ടികൾ അവിടെ പോയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സിനാരിയോസ്. ലാസ്റ്റ്ലി എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇപ്പം പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് കിട്ടാതെ വരുന്ന സമയത്തേക്ക് ദേ മേ എൻഡ് അപ്പ് ഇൻ സം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. അത് അങ്ങനെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ വെരി വെൽ ഡു ഇറ്റ് ഇൻ അഡ്വാൻസ് ഇറ്റ് സെൽഫ്. ഇവിടുത്തെ 12th കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഗോ ടു എ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. ഒരുവിധം ജർമ്മനിയിലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ നമ്മുടെ 12 ഇയർ എഡ്യൂക്കേഷൻ വിത്ത് എ ഫൗണ്ടേഷൻ, അവർ തന്നെ ഒരു ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. വിത്ത് എ ഫൗണ്ടേഷൻ ദേ ആർ ആക്സെപ്റ്റിങ് ഇറ്റ്. അപ്പോൾ അങ്ങനെ അത് ചെയ്താൽ മതി. ഒരു ടൈം അവർ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ആക്ച്വലി ഇവിടെ ഒരു 1 ഇയർ പഠിച്ച് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഡിഗ്രി 1 ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് അത് ചെയ്യാം. 13 ഇയർ കംപ്ലീറ്റ് ആയല്ലോ. അങ്ങനെ ഒരു സിനാരിയോ കൂടെ കണ്ടിട്ടുണ്ട്. ബട്ട് അഗൈൻ ഞാനത് അങ്ങനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് ടൈം ചിലപ്പോൾ പോയേക്കാം. എന്താ വെച്ചാൽ 2 ഇൻടേക്ക് അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഈ കുട്ടി ഇവിടെ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് വെയിറ്റിംഗ് ആയിരിക്കും അടുത്ത ഇൻടേക്കിലേക്ക് കിട്ടുന്നവരെ. ആ സമയത്തേക്ക് ശരിക്കും ഇവിടെ ഒരു 2nd ഇയർ കഴിയേണ്ട സമയമാകുമ്പോഴേക്കും അവിടെ പോയിട്ട് ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുള്ളൂ. പിന്നെയും ഒരു 3.5 ഇയർ അവിടെ പഠിക്കേണ്ടതുണ്ട്. സോ ടൈം അത് പ്രോപ്പർ പ്ലാനിങ് ഇല്ലെങ്കിൽ അതും ശരിക്കും നടക്കാറില്ല. അത് നമുക്കിതിൽ ചില കോൾസ് വരാറുണ്ടല്ലോ, ചില സ്റ്റുഡൻസ് അതായത് ഓൾറെഡി ഇവിടെ ഒരു ബാച്ചിലേഴ്സ് കഴിഞ്ഞു, മാർക്ക് കുറവാണ്, അപ്പോൾ ചില ഏജൻസീസിനെ കോൺടാക്ട് ചെയ്യും. അവർക്ക് മാസ്റ്റേഴ്സിന് അഡ്മിഷൻ എടുക്കുന്നതിന് പകരം വീണ്ടും ഒരു ബാച്ചിലേഴ്സിന് പബ്ലിക്കിൽ അഡ്മിഷൻ എടുത്ത് കൊടുക്കും. അങ്ങനെയുള്ള കുറേ കോൾസ് നമുക്ക് വരാറുണ്ട്. പല ആൾക്കാർക്കും അവർക്ക് ഏത് കോഴ്സ് അഡ്മിഷൻ കിട്ടിയെന്ന് അറിയുന്നത് പോലും ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും. ചിലപ്പോൾ ബികോം കഴിഞ്ഞ ആൾക്കാർക്ക് ഹെൽത്ത് റിലേറ്റഡ് കോഴ്സസിനൊക്കെ ബാച്ചിലേഴ്സിന് എടുത്തു കൊടുക്കണം. അങ്ങനെ പോകുന്ന സ്റ്റുഡൻസും ഉണ്ട്. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു പ്രഷർ കാരണമൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ജർമ്മനി പോയിട്ട് ഒരു ബാച്ചിലേഴ്സ് ചെയ്യുന്ന ഒരു ക്രൗഡ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷന് നമുക്ക് എങ്ങനെ ശരിക്കും അവർ കുറേ ആൾക്കാർ നമുക്ക് ഡൗട്ടായിട്ട് വിളിക്കാറുണ്ട്, ഇത് ചെയ്യണോ സാർ, ഇത് നല്ലതാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. ഇത് പോസിബിൾ ആണോ എന്ന് വെച്ചാൽ വെരി വെൽ പോസിബിൾ ആണ്. എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ 13 ഇയറിൻ്റെ ക്രൈറ്റീരിയ അവിടെ മീറ്റ് ആവണം. ഓൾറെഡി ഇവിടെ ബാച്ചിലേഴ്സ് ഉണ്ടല്ലോ, പിന്നെ APS എല്ലാം ഉണ്ടാവും സ്റ്റുഡൻറ്റിന്. ഒരു ബാച്ചിലേഴ്സും കൂടെ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എവിടെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒന്ന് അധികം കൺസൾട്ടൻസീസ് ആണ് അധിക കേസിലും ഇങ്ങനെ ഇതൊരു ലാസ്റ്റ് മൊമെൻറ്റ് ട്രിക്കാണ് പുള്ള് ചെയ്യുന്നത്. ബാച്ചിലേഴ്സിന് അഡ്മിഷൻ കിട്ടാൻ മാസ്റ്റേഴ്സിന് കിട്ടുന്ന അത്ര ഡിഫിക്കൽട്ടി ഇല്ല. പല യൂണിവേഴ്സിറ്റീസിലും ഇപ്പോൾ കുറച്ച് റിമോട്ടായിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലാണെങ്കിലും കുറച്ച് അത്ര ഡിമാൻഡ് ഇല്ലാത്ത കോഴ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റ അപ്ലിക്കേഷനിൽ അഡ്മിഷൻ കിട്ടും. റൈറ്റ്. ബാക്കപ്പ് ഓപ്ഷനായിട്ട് അത് ഇട്ട് വയ്ക്കും. മാസ്റ്റേഴ്സ് കിട്ടിയിട്ടില്ല, ബാച്ചിലേഴ്സിന് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻറ്റിനെ പ്രഷറൈസ് ചെയ്യും. അപ്പോൾ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്നുണ്ടാവുക പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടി എന്നുള്ളതാണ്. ഇതിൽ നമുക്കൊരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഒരു തരത്തിലും ബന്ധം ഉണ്ടാവില്ല. ചിലപ്പോൾ ബാച്ചിലേഴ്സ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ BCom പഠിച്ച ആൾ അവിടെ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു കോഴ്സായിരിക്കും പഠിക്കുന്നുണ്ടാവുക. മേ ബി സെയിം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സായിരിക്കും. സോ ഹി ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച്. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്, അതായത് എങ്ങനെ എൻ്റെ കരിയർ മുമ്പോട്ട് കൊണ്ടുപോകണം. നമ്മളിപ്പോൾ ഒരു ഡിഗ്രി എടുക്കുന്ന സമയത്തേക്ക് ഒരു ബാച്ചിലേഴ്സ് ആണെങ്കിലും 12th നമ്മളിപ്പോൾ 12th ഒരു സ്ട്രീം എടുക്കുന്നു, അത് കഴിഞ്ഞിട്ടൊരു ബാച്ചിലേഴ്സ് എടുക്കുന്നു, ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താവണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലല്ലേ. ഇതൊരു ക്ലാരിറ്റി ഇല്ലാതെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അവിടെ എത്തിയിട്ടായിരിക്കും ഇതിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുന്നുണ്ടാവുക. സോ അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് വരുന്നത് കാണാറുണ്ട്. സോ അത് റെക്കമെൻഡഡ് ആണോ എന്ന് വെച്ചാൽ ഇറ്റ് ഡിപ്പെൻസ്. നല്ല ക്ലാരിറ്റി സ്റ്റുഡൻറ്റിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ. എന്താണെന്ന് വെച്ചാൽ ഡെഫിനറ്റായിട്ടും ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ഫണ്ട് വേണ്ട, ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ്. 3.5 years ദേ ആർ ഗെറ്റിംഗ് സ്റ്റേ ഇൻ ജർമ്മനി പ്ലസ് 1.5 years ഓഫ് സ്റ്റേ ബാക്ക്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്തേക്ക് ലൈക്ക് ഇഫ് ദേ ആർ ലുക്കിംഗ് ഇൻ ടു ആൻ എൻട്രി, ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. ഓക്കെ. ലാംഗ്വേജ് പഠിക്കാനുള്ള ടൈം കൂടി അവർക്ക് കിട്ടുന്നുണ്ട്. ആക്ച്വലി ലാംഗ്വേജ് പ്രോപ്പറായിട്ടൊരു BT വരെ അവർക്ക് ഈ ഒരു 3.5 yearsൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. ഓക്കെ. ഇതിലൊരു കോംപ്ലിക്കേഷൻ വരാനുള്ളത് ചിലപ്പോൾ വിസയുടെ കേസിലൊരു കോംപ്ലിക്കേഷൻ വന്നേക്കാം. പ്രോപ്പറായിട്ടൊരു മോട്ടിവേഷൻ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേ ഓൾറെഡി ഹാവ് എ മാസ്റ്റേഴ്സ്, ദേ ആർ ഗോയിങ് ഫോർ 1 more മാസ്റ്റേഴ്സ്. ചിലപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ് ആയിരിക്കില്ല, ഇവിടെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഒന്നും കാണിക്കാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേ മേ ഫേസ് എ വിസ റിജക്ഷൻ. അവർ ഓൾറെഡി ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് അഗൈൻ ഒരു ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് പോകുന്നതുകൊണ്ട് ദേ മേ ഫേസ് എ വിസ റിജക്ഷൻ. അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് ആക്ച്വലി. ഇപ്പോൾ നമ്മൾ ഇത് പ്രോസസ്സിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുമ്പോൾ എപ്പോഴും സ്റ്റുഡൻസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ പ്രോസസ്സിംഗ് ഫീ ഭയങ്കര ഹൈ ആണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇതിലും കുറഞ്ഞ എമൗണ്ട് 50,000 70,000 അങ്ങനെ പല എമൗണ്ടിൽ പല ഏജൻസീസ് ഉണ്ട്, അല്ലെങ്കിൽ
സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ഇതാണ് ഏജൻസീസ് ഹൈ പ്രോസസ്സിങ് ഫീ ആണ്, അത് ഭയങ്കര കൂടുതലാണ്. ചില ടീംസൊക്കെ നമുക്ക് IELTS-ഉം അതുപോലെ APS-ഉം യൂണി അസിസ്റ്റ് അപ്ലിക്കേഷൻ എല്ലാം അടക്കം 50 ഉള്ളൂ 70 ഉള്ളൂ ആ രീതിയിലൊക്കെ. സോ ഹൈ പ്രോസസ്സിങ് ഫീ ആണെന്നുള്ളൊരു ഇതിനോടുള്ളൊരു കമൻറ്റ് എന്താണ്, എങ്ങനെയാണ് അതിനെ? അതെ, എൻമൈൻസിൻ്റെ പ്രോസസ്സിംഗ് ഫീ ഹൈ ആണ് എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രീമിയം സർവീസ്. ഇത് ജർമ്മനി എന്ന് പറഞ്ഞ കൺട്രി നമ്മളിപ്പോൾ UK-ലേക്കോ കാനഡയിലേക്കോ പോകുന്ന പോലെ ചെയ്യേണ്ട ഒരു കൺട്രി അല്ല. നമ്മൾ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഇട്ടിട്ട് അഡ്മിഷൻ എടുക്കേണ്ട കൺട്രി അല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു അഡ്മിഷൻ ഇട്ടിട്ട് അപ്ലിക്കേഷൻ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ ഗെറ്റിംഗ് ഇൻ ടു എ ട്രാപ്പ്. ദാറ്റ് ഈസ് വൺ തിങ് ആക്ച്വലി. ട്രാൻസ്പാരൻസി ഇല്ലാതെ ഈ പ്രോസസ്സ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ദർ ഷുഡ് ബി സം അക്കൗണ്ടബിലിറ്റി അല്ലേ. ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ ജർമ്മനിയിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സായിട്ട് വി ആർ മെയിൻലി ഡീലിംഗ് വിത്ത് ഓൺലി ദിസ് അല്ലേ. അപ്പോൾ ഇതിൽ ഓരോ കോഴ്സിൻ്റെയും ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിലേക്കും നമ്മൾ ഒരുപാട് ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇംപ്രവൈസേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. അപ്പം നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യാൻ നോക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നിക്കൽ എക്സ്പെർട്ടൈസും അവരുടെ കരിയർ എങ്ങോട്ട് പോകണം എന്നുള്ളൊരു എക്സ്പെർട്ടൈസുമാണ്. സ്റ്റുഡൻറ്റിനെയും കൂടെ കോൺഫിഡൻറ്റിൽ എടുത്തിട്ടാണ് മാത്രമാണ് നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യുന്നത്. അവരുടെ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് സ്റ്റുഡൻറ്റ് ഈസ് ഇൻവോൾവ്, റൈറ്റ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഒരു സർവീസ് ഇത് ഡെഫിനറ്റായിട്ട് ഒരു പ്രീമിയം കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരാൾ, അതായത് ഒരു അക്കാദമിക് പെർസ്പെക്റ്റീവിലേക്ക് ആക്കിയിട്ട് നോക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാവുന്നവർ മാത്രം ഇത് ചെയ്താൽ മതി, റൈറ്റ്. അതർവൈസ് ദേ ക്യാൻ ചൂസ് ലൈക്ക് ഹു എവർ ഈസ് ഡൂയിങ് ഇറ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഈ ഇത്രയും ട്രാൻസ്പാരൻ്റ് ആയിട്ട് മേ ബി ചിലപ്പോൾ ഈ 50,000-നും 70,000-നും ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. മേ ബി ദേ വിൽ ബി അപ്ലൈങ് ടു 1 or 2 യൂണിവേഴ്സിറ്റീസ്. ചിലപ്പോൾ ആ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് പോലും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവില്ല. ആൻഡ് ഇതിൻ്റെയൊക്കെ ഒരു കോംപ്ലിക്കേഷൻ വരാനുള്ള ഒരു ചാൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വിസയുടെ പോർഷനിലേക്ക് വരുന്ന സമയത്തേക്ക് ദാറ്റ് ഈസ് ഓൾവേസ് കോംപ്ലിക്കേറ്റഡ്. ജർമ്മനിയിലേക്ക് എത്രയൊക്കെ വിസ റിജക്ഷൻസ് ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ കഴിഞ്ഞൊരു 3-4 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ. ഒരു സിനാരിയോ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു സെപ്റ്റംബറൊക്കെ ആവുന്ന സമയത്തേക്ക് നമുക്ക് ഏറ്റവും അധികം കോൾസ് വരാനുള്ളത് വിസ റിജക്ഷൻ വന്നിട്ടാണ്. അതിൽ തന്നെ ഒരു 90% വിസ റിജക്ഷൻസ് ഞാൻ കണ്ടിട്ടുള്ളത് ഓൾറെഡി ജർമ്മനിയിലുള്ള ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടാണ്. വൈ? ബിക്കോസ് അവർ ചിലപ്പം അവരുടെ ഒരു പ്രോസസ്സ് ഒറ്റയ്ക്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നത് 200-300 പ്രൊഫൈൽസാണ്. ഇതിൽ നിന്നെല്ലാം കിട്ടുന്നൊരു എക്സ്പീരിയൻസ് വി ഹാവ് ദാറ്റ്. പിന്നെ അവർ പോയത് ചിലപ്പം കുറച്ച് വർഷങ്ങൾ മുമ്പായിരിക്കും. ആ സിറ്റുവേഷൻസ് മാറി. നമ്മളിതിൽ അപ് ടു ഡേറ്റ് ആണ്. ഓരോ കറണ്ട് സിനാരിയോയിലും നമ്മുടെ അപ് ടു ഡേറ്റ് ആണ്. അപ്പം ഒരു എങ്ങനെയായിരിക്കും ഇതിനെ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് വി ആർ വെരി വെൽ അവെയർ ഓഫ് ഇറ്റ്. അപ്പം വിസ റിജക്ഷൻ വരുന്ന സമയത്തേക്ക് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ആ ഇൻടേക്ക് കംപ്ലീറ്റ് ആയിട്ട് മിസ് ഔട്ട് ആയിപ്പോവും. അപ്പോൾ എക്സ്പെർട്ടൈസ് മാറ്റേഴ്സ് ഇൻ ദിസ്. പക്ഷേ നന്നായിട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. നമുക്കങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് എല്ലാവരും മോശമാണ് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഓൺ ആൻ ആവറേജ് നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നമ്മൾ കാണുന്ന ഒരു മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവില്ല. ഇപ്പോൾ ഇവർ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ട് ഒരാൾ ജർമ്മനിയിലുള്ള ഒരാൾ, അതാണ് ഡെഫിനറ്റായിട്ടും പാരൻസിന് ജർമ്മനിയിലുണ്ട്, അയാൾ അവിടെ എത്തിയല്ലോ, സോ ഹി ക്യാൻ ടേക്ക് മൈ ചൈൽഡ് ഓൾസോ, അതായിരിക്കും പാരൻസിൻ്റെ ഒരു മെയിൻ തോട്ട് പ്രോസസ്. പക്ഷേ ഈ ഒരു പേജ് പൂട്ടി പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് അക്കൗണ്ടബിലിറ്റി? അങ്ങനത്തെ സിറ്റുവേഷൻസ് അതും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും നമ്മൾ കേൾക്കുന്നുണ്ട് ആക്ച്വലി. അതായത് ഇങ്ങനെ ഒരാൾക്ക് കൊടുത്തു, ഇത്ര പൈസ കൊടുത്തു, ഇപ്പോൾ അക്കൗണ്ട് തന്നെ കാണുന്നില്ല, ആൾ മിസ്സിംഗ് ആണ് എന്നുള്ള രീതിയിൽ ഒരുപാട് സിനാരിയോസ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഫ്രോഡലൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ഒരു എക്സ്പ്ലോയിറ്റേഷൻ സ്റ്റഡി അബ്രോഡ് തന്നെ ഏറ്റവും അധികം എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നത് ഈ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലാണ്. സോ അത് ഡെഫിനറ്റായിട്ടും ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു സിനാരിയാണ്. മെയിൻ തിങ് ഞാനിപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതാണ് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു USP ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം. അതാണ് ഇതിൽ വരുന്ന സമയത്ത് പബ്ലിക്കിൻ്റെ കേസ് അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലേക്ക്, ഇപ്പം പബ്ലിക്കിൽ തന്നെ മാർക്ക് കുറവുള്ള ആൾക്കാർക്ക് ഒരു ഓപ്ഷൻ എന്ന രീതിയിലാണ് പലരും പ്രൈവറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. ആ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഫീസ് കൂടുതലാണ് കമ്പയർ ടു അതർ കൺട്രീസ്, അതാണ് എളുപ്പം രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. പ്രൈവറ്റ് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന രീതിയിൽ പല എൻക്വയറീസ് വരാറുണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെ പല രീതിയിലുണ്ട്. സോ പ്രൈവറ്റിനെ നമ്മൾ ശരിക്കും എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത് ജർമ്മനിയിലെ? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നമ്മളൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനും ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിനെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയേ ചെയ്യുന്നുള്ളൂ. ഒരു പ്രൊഫൈൽ കിട്ടിയിട്ട് ഒരു ലീഡ് കൺവേർഷൻ, ഒരു ക്ലോസിംഗ് എന്നുള്ള രീതിയിലേക്ക് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ ഫീസ് അടപ്പിക്കുക, അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നില്ല. വാട്ട് ഐ സജസ്റ്റ് ഈസ് ആക്ച്വലി ഡു യുവർ ഓൺ റിസർച്ച്. ജർമ്മനിയിലുള്ള എല്ലാ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും നല്ലതാണ് എന്നുള്ളൊരു ഇതെനിക്കില്ല, നമുക്കതങ്ങനെ പറയാൻ പറ്റില്ല. ജസ്റ്റ് ഇപ്പം സാധാരണ സ്റ്റുഡൻസൊക്കെ പറയുന്ന പാരൻസിൻ്റെ അടുത്ത് നമ്മൾ കേൾക്കുന്ന കംപ്ലയിൻറ്റ് പോലെ പാരലൽ കോളേജ് പോലെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ജർമ്മനിയിലുണ്ട്. അത്ര തന്നെ ഫീസും കുറവായിരിക്കും. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ട് വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ജർമ്മനിയിലുണ്ട്. ഇതിനെ നമുക്ക് 2-3 തരത്തിൽ കാണാം.
ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്ക് കുറഞ്ഞ ആൾക്കാർ മാത്രമല്ല പ്രൈവറ്റിൽ പോകേണ്ടത്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറേ കോഴ്സസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇപ്പം ഏരിയാസ് സ്പെസിഫിക് ആയിട്ട് ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ സൈബർ സെക്യൂരിറ്റി പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ കമ്പാരിറ്റീവ്ലി ഓപ്ഷൻസ് ഭയങ്കര കുറവാണ്. നല്ല കോഴ്സസ് കൊടുക്കുന്ന നല്ല യൂണിവേഴ്സിറ്റീസ്, അത് പബ്ലിക്കിൻ്റെ അത്ര തന്നെ സ്റ്റാൻഡേർഡുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട് സൈബർ സെക്യൂരിറ്റിയിൽ. പിന്നെ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ കോമ്പിനേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്. പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്ക് വരുന്ന സമയത്തേക്ക് കോമ്പിനേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് വളരെ കുറച്ച് ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല കോമ്പറ്റീറ്റീവാണ്. പിന്നെയുള്ള കോഴ്സസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ മാനേജ്മെൻറ്റ് ഒക്കെയാണ്. അതും അത്യാവശ്യം നല്ല കോമ്പറ്റീറ്റീവാണ്. ഒരു 8.5 അബോവ് CGPA ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. കുറച്ച് വർക്ക് എക്സ്പീരിയൻസ് മാനേജ്മെൻറ്റ് സൈഡിലുള്ള ഒരാൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ ഹി മേ ബി ലുക്കിംഗ് ഇൻ ടു ആൻ എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ്, ഫോർ ദാറ്റ് മാറ്റർ പ്രൊജക്ട് മാനേജ്മെൻറ്റ്. അവർക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നോക്കാം. സിവിൽ കഴിഞ്ഞ ആൾക്കാർ പ്രൊജക്ട് മാനേജ്മെന്റിലേക്ക് പോകുന്ന സമയത്തേക്ക് അവർക്ക് പ്രൊജക്ട് മാനേജ്മെന്റ് ഓപ്ഷൻസ് പബ്ലിക്കിലില്ല, പ്രൈവറ്റ് ആണ് അവർക്ക് ബെറ്റർ ആയിട്ട് വരുന്നൊരു. പിന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് പബ്ലിക് യൂണിവേഴ്സിറ്റീസിന്റെ കൂടെ കമ്പൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കോഴ്സസ് വരെയുണ്ട്. ഫോർ ദാറ്റ് മാറ്റർ ഇപ്പോൾ ബേൺലിലുള്ള സ്റ്റെയിൻ ബീസ് യൂണിവേഴ്സിറ്റി, അവർക്ക് MSc ഇൻ AI ആൻഡ് മെഡിക്കൽ ടെക്നോളജി, സം കോഴ്സസ് ലൈക്ക് ദാറ്റ് ആക്ച്വലി ദേ ആർ ഡൂയിങ് ഇറ്റ് വിത്ത് കമ്പൈൻഡ്, ദേ ആർ ഡൂയിങ് ഇറ്റ് വിത്ത് OVGU. പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് OVGU, അവരായിട്ട് കമ്പൈൻ ചെയ്യുന്നതാണ്. റൈറ്റ്. ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റി ഇതേ കമ്പൈനിങ് വിത്ത് എ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. സോ ഡെഫിനറ്റ് ആയിട്ടും അത്ര മോശമായിട്ടുള്ള ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കില്ലല്ലോ. ഐ എം ജസ്റ്റ് ഗിവിംഗ് എൻ എക്സാമ്പിൾ. ആക്ച്വലി ഐ എം നോട്ട് പ്രൊമോട്ടിംഗ് എൻ യൂണിവേഴ്സിറ്റി, ഐ എം ജസ്റ്റ് ഗിവിംഗ് എൻ എക്സാമ്പിൾ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്തേക്ക്, പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലേക്ക് പോകുന്ന സമയത്തേക്ക് സ്റ്റുഡൻസ് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എങ്ങനെയായിരിക്കും. ഇപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു 2 വർഷത്തെ കോഴ്സ് ദേ ഡോണ്ട് ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ് ഇൻ 2 years. അല്ലെ, ഇൻ ബിറ്റ്വീൻ ദേ ക്യാൻ ടേക്ക് ഗോ ഫോർ എ സെമിസ്റ്റർ ബ്രേക്ക്, ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് എടുക്കാം, പല കാര്യങ്ങളുണ്ട് അല്ലേ. ഒരു എക്സാം ഇപ്പം അവർ തോന്നുകയാണ് ഈ ഇതിൽ ഞാൻ എഴുതുന്നില്ല, അതായത് ഈ സെമിസ്റ്റർ ഞാനത് എഴുതുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് സെമിസ്റ്റർ. പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ മേ ബി യു വിൽ ബി ഗെറ്റിംഗ് എ വിൻഡോ ഓഫ് 1.5 to 2 years. 2 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ യു ഹാവ് ടു കംപ്ലീറ്റ് ഇൻ 2 years ആൻഡ് അഗെയിൻ യുവർ സ്റ്റേ ബാക്ക് ഈസ് 1.5 years. ഈ 3.5 വർഷം കൊണ്ട് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞിട്ട് ജർമ്മനിയിൽ സെറ്റിലായി പോകണം, അല്ലെങ്കിൽ തിരിച്ചു വരേണ്ടി വരും. പിന്നെ ഫീസ് എക്സ്ട്രാ എക്സ്ട്രാ അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല, എന്താ വെച്ചാൽ കോഴ്സ് കംപ്ലീറ്റ് ആവുമല്ലോ. 2 വർഷം കൊണ്ട് എന്തായാലും കോഴ്സ് കംപ്ലീറ്റ് ആവും. പിന്നെ 1.5 വർഷം സ്റ്റേ ബാക്ക്, 3.5 വർഷം. ഈ 3.5 വർഷത്തിൻ്റെ ഉള്ളിൽ അവിടെ സെറ്റിൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഹാസ് ടു കം ബാക്ക്. അതൊരു ഇഷ്യൂ ആണല്ലോ. ഇത്രയും പൈസയും മുടക്കിയിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നതിന് ആക്ച്വലി മാർക്ക് കുറഞ്ഞ ആൾക്കാരല്ല പോകേണ്ടത്. മാർക്ക് കുറഞ്ഞ ആൾക്കാർ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് ഐ സജസ്റ്റ് ഈസ് ആക്ച്വലി ദേ ഡെഫിനറ്റ്ലി റിക്വയർ എ വെരി പ്രോപ്പർ പ്ലാനിങ് ആൻഡ് പ്രിസൈസ് പ്ലാനിങ്. അത് നമുക്ക് പറയാം. അതാണ് ഞാൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ആക്ച്വലി സ്റ്റുഡൻസ് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഇതാണ്. അഡ്മിഷൻ എടുത്തു തരാനും, ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ എടുക്കാനും നിങ്ങളുടെ വിസ ത്രൂ ആക്കാനും ആർക്കും പറ്റും. പക്ഷേ അതല്ല അവിടെ വേണ്ടത്. അവിടെ ഒരു പ്രോപ്പർ പ്ലാനിങ് വേണം. ഈ ഒരു 3.5 വർഷത്തെ വിൻഡോൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റിൽ ആവാനുള്ള രീതിയിലായിരിക്കണം നമ്മുടെ പ്ലാനിങ്. എന്താണെന്ന് വെച്ചാൽ ജർമ്മനി ആസ് എ കൺട്രി നോക്കുകയാണെങ്കിൽ ജോലിക്കൊരു കുറവുമില്ല, ജോലിയുണ്ട്. പക്ഷേ ഇവിടുന്ന് പോകുന്ന എല്ലാവർക്കും ജോലി ഉണ്ടോയെന്ന് വെച്ചാൽ ദേ ഡോണ്ട് ഹാവ് ജോബ്സ് ലൈക്ക് ദാറ്റ്. അതിനൊരു കുറച്ച് സെറ്റ് ഓഫ് കാര്യങ്ങൾ നമ്മൾ ഇവിടെ തന്നെ ചെയ്തു വെക്കേണ്ടതുണ്ട്. ആ പ്ലാനിങ് ആണ് നമ്മൾ സ്റ്റുഡൻസിന് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ പ്രൈവറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഡു പ്രൈവറ്റ്. വി ആർ ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ഫോർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. പക്ഷേ വി ആർ നോട്ട് സജസ്റ്റിംഗ് ഓർ വി ആർ നോട്ട് റെക്കമെൻഡിങ് എനി യൂണിവേഴ്സിറ്റി. അത് സ്റ്റുഡൻസിൻ്റെ പ്രൊഫൈൽ കേട്ടിട്ട് അവർ ഫിറ്റ് ആവുന്നത് എന്താണോ അത് മാത്രമേ നമ്മൾ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുള്ളൂ. കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സസിന് കുറച്ചുകൂടി ബെറ്റർ പ്രൈവറ്റ് ആണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ലോജിസ്റ്റിക്സ് പോലത്തെ ഏരിയാസിലൊക്കെ പബ്ലിക് നോക്കുന്ന ടൈമിൽ. അതെ, ഈ ലോജിസ്റ്റിക്സ് ഡെഫിനറ്റ്ലി ജർമ്മനിയിൽ എനിക്ക് തോന്നുന്നു ഒരു ടോപ്പ് 5 സെക്ടേഴ്സ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ലോജിസ്റ്റിക്സ് ഒരു സെക്ടറാണ്. ലോജിസ്റ്റിക്സിൽ ഹ്യൂജ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്ക് വരുന്ന സമയത്തേക്ക് ആകെ 3-4 യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് വരുന്നുള്ളൂ. അത് തന്നെ കൺസ്ട്രെയിൻഡ് ആയിട്ട് വരുന്നത് IELTS 7 വേണം. ഒരുവിധം എല്ലാ ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിനും IELTS 7 വേണം. സോ IELTS 6 or 6.5 ഉള്ള ഒരാൾ നല്ല CGPA ഉണ്ടെങ്കിലും ഹി മേ നോട്ട് ഗെറ്റ് ഇറ്റ്. പിന്നെ അത് മാത്രമല്ല, ഈ യൂണിവേഴ്സിറ്റീസിൻ്റെ ഒക്കെ ലൊക്കേഷൻ ചിലപ്പോൾ സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നത്. പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ ഹാംബർഗ് ആണ് ലോജിസ്റ്റിക്സിൻ്റെ ഹബ്ബ്, വൺ ഓഫ് ദ ഹബ്സ്. ഈ യൂറോപ്പിൽ തന്നെ വലിയൊരു ഹബ്ബാണ് ഹാംബർഗ്. അപ്പോൾ ഹാംബർഗിലായിരിക്കണം ലോജിസ്റ്റിക്സ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സസ് നോക്കേണ്ടത്. റൈറ്റ്. അവിടെ കൂടുതലായിട്ടുള്ളത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. അത് ആ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സസിന് നമ്മൾ പ്രൈവറ്റ് നോക്കുന്നതും സ്കോറുള്ള ആൾക്കാർക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. സ്കോറുള്ള ഒരാൾക്കും അവർക്കൊരു ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു ഫ്യൂച്ചറിസ്റ്റിക്കലി ഒരു നല്ല പ്ലാനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ദേ ക്യാൻ കൺസിഡർ, നോട്ട് എ പ്രോബ്ലം. ഉറപ്പായിട്ടും UK ഓർ കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ഫോർ ദാറ്റ് മാറ്റർ ഓസ്ട്രേലിയ ഓർ ന്യൂസിലൻഡ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അത്ര തന്നെ അത്രയൊന്നും ഫീസ് വരുന്നില്ലല്ലോ. മാക്സിമം ഫീസ് ഓഫ് ലൈക്ക് ഒരു മാക്സിമം 2 വർഷത്തേക്ക് ഏറ്റവും കൂടുതൽ ഫീസ് ഞാൻ കണ്ടിട്ടുള്ളത് 22 lakhs ആണ്. റൈറ്റ്. ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്രയോ കുറവാണത്. ഇൻക്ലൂഡിംഗ് ബ്ലോക്ക്ഡ് അക്കൗണ്ട് വരുമ്പോൾ പോലും അത്രയും വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഓപ്പർച്യൂണിറ്റി കാർഡാണ്.
വളരെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് ജർമ്മനിലെ ഓപ്പർച്യൂണിറ്റി കാർഡ്. അതിൻ്റെ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിബിലിറ്റീസ് എത്രത്തോളം ഉണ്ട്? ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്നുള്ള പേര് നമുക്ക് അവിടുന്ന് കേൾക്കുന്ന അവിടുന്ന് വരുന്ന പല കോളുകൾ, ജർമ്മനിയിൽ നിന്ന് വരുന്ന പല കോളുകളും കേൾക്കുമ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് ശരിക്കും ഒരു ചാലഞ്ചിങ് കാർഡാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് പ്രോപ്പറായിട്ടുള്ള റിസർച്ച് ചെയ്തിട്ടല്ല ഇവിടെ നിന്ന് ആരും പോകുന്നത്. അപ്പോൾ ഇവർ ഒരുപാട് കൺസൾട്ടൻസീസ് ഇവിടെ ഓപ്പർച്യൂണിറ്റി കാർഡ് സ്റ്റുഡൻസിന് എടുത്തു കൊടുക്കുന്നുണ്ട്. എത്രമാത്രം സ്റ്റുഡൻറ്റ് ജർമ്മനിയുള്ള റിയാലിറ്റി, സ്റ്റുഡൻ്റ് അല്ല കാൻഡിഡേറ്റ്, മിക്കവാറും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അവരെത്രമാത്രം ഇതിനെ പറ്റിയിട്ട് അവെയർ ആണ് എന്ന് ഒരു വലിയ ചോദ്യമാണത് ആക്ച്വലി. എന്താണെന്ന് വെച്ചാൽ, ഒരു വർഷത്തെ വിസയാണ് അവർക്ക് കിട്ടുന്നത് ഓപ്പർച്യൂണിറ്റി കാർഡിൽ. ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്യാം. ഒരു വർഷത്തെ വിസയാണ് അവർക്ക് അപ്ലൈ ചെയ്യുന്നത്. ഒരുപാട് കണ്ടീഷൻസ് ഒന്നുമില്ല. ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണം. അത് അവർക്കുള്ള എക്സ്പെൻസിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ടെക്നിക്കലി വലിയൊരു എക്സ്പെൻസ് അവർക്ക് വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ വർക്കുള്ള എക്സ്പീരിയൻസ് ഒരു 3 or 4 ഇയേഴ്സ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് ജർമ്മനിയിൽ പോയിട്ട് അതേപോലെ തന്നെ അവിടെ ജോലി കിട്ടാമെന്ന് വിചാരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ജർമ്മനിയിൽ ജോബ്സ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, സത്യമാണ്. പക്ഷേ അവർക്ക് വേണ്ടത് അവരുടെ ഒരു സ്കിൽ സെറ്റിനോട് മാച്ച് ആവുന്ന, അവരുടെ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. ഇവിടുന്ന് പോകുന്ന പല ആൾക്കാർക്കും ഈവൻ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിന് അവരാകെ ചോദിക്കുന്നത് ഇംഗ്ലീഷ് B2 ഓർ ജർമ്മൻ A1 ആണ്. റൈറ്റ്, ജർമ്മൻ A1 കൊണ്ട് അവിടെ ജോബ് കിട്ടുക എന്നുള്ളത് പോസിബിൾ അല്ല. രണ്ടാമത്തെ ഒരു കാര്യം, അവിടെ പോയിട്ടൊരു റിയാലിറ്റി മനസ്സിലാക്കാൻ, അവിടുത്തെ ഒരു റിയൽ സിനാരിയോ മനസ്സിലാക്കിയിട്ട് ഒരു ജോബ് ഫെച്ച് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. നമുക്ക് അവിടുന്ന് ഒരു 8 മാസമായിട്ട് 9 മാസമായിട്ട് അവിടെ ഓപ്പർച്യൂണിറ്റി കാർഡ് പോയ ആൾക്കാർ തന്നെ കോൾ വരാറുണ്ട്. മാസ്റ്റേഴ്സിലേക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കുക, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുത്ത് വിളിക്കാറുണ്ട്. അവരൊക്കെ ഒരു ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ ഒരു റിയാലിറ്റി അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ തന്നെ ഏകദേശം ഒരു 6-7 മാസം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി വിളിച്ചൊരു കുട്ടി ഒരു 9 മാസമായി അവിടെ പോയിട്ട്, ആ കുട്ടി പറഞ്ഞൊരു കാര്യം, എനിക്ക് ആകെ ഒരു ഇൻ്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്, അത് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് ഫസ്റ്റ് റൗണ്ടിലേക്ക് എത്താൻ പറ്റിയത് ഒറ്റ ഇൻ്റർവ്യൂ ആണ്, അത് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഇവിടെ ഇപ്പം ഒരു CV വെച്ചിട്ട് ഇനി ജർമ്മനിയുടെ ഒരു സിനാരിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും എല്ലാ കാര്യത്തിലും ഒരു നല്ല വർക്കിംഗ് വേണം. അവർ CV ഒരു ജോബിനനുസരിച്ചിട്ട് അയക്കുന്നത് തൊട്ടിട്ട് അത് തുടങ്ങുന്നുണ്ട്. മിക്കവാറും ATS CV ആയിരിക്കും വേണ്ടി വരിക. അത് ത്രൂ ആയി കിട്ടിയാൽ മാത്രമേ അവർക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടുന്നുണ്ടാവുള്ളൂ. ഇൻ്റർവ്യൂ ചിലപ്പം ഇവിടെയുള്ള പോലെ ആയിക്കോളുന്നില്ല. അത് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതായത് റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് ആ ഇൻ്റർവ്യൂ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസസ് ഓർ ജോബ് കിട്ടാനുള്ള ചാൻസസ് കമ്പാരിറ്റീവ്ലി തീരെ കുറവാണ്. അപ്പോൾ ഈ റിയൽ ലൈഫ് സിനാരിയോ ഒന്നും അറിയാതെയാണ് ഇവിടുന്ന് ഒരുപാട് പേര് കയറിപ്പോകുന്നത്. അത് തന്നെ പല ഏജൻസീസും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പല ഒരു സ്പോൺസർ കാർഡൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ബ്ലോക്ക്ഡ് അക്കൗണ്ട് പോലും ഇല്ലാതൊക്കെ കയറ്റിയൊക്കെ വിടുന്നുണ്ട്. എല്ലാവരും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വർഷം കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ റിയാലിറ്റി അതല്ല, അതത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല. ഞാൻ എപ്പോഴും സ്റ്റുഡൻസ് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ടെന്ന് വെച്ചാൽ, ആസ് ഓപ്പർച്യൂണിറ്റി കാർഡ് നമ്മൾ മാർക്കറ്റ് ചെയ്യാറില്ല, നമ്മുടെ ഒരു ആഡോ ഒന്നും പോകാറില്ല. നമ്മളടുത്തേക്ക് വരുന്ന സ്റ്റുഡൻസിന് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന, അതായത് ജെന്യൂൻ കേസസ് ഉണ്ടല്ലോ, അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. റൈറ്റ്, ഈ ഒരു പെർസ്പെക്റ്റീവിലേക്ക് അവരെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാനും അവർക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ നോക്കുന്നത്, ഇവിടുന്ന് ജർമ്മനിയിലേക്ക് എത്തുന്ന സമയത്തേക്ക് ഒരു 70% കാര്യങ്ങളുടെയെങ്കിലും മേലെ അവർക്ക് ഒരു പ്രോപ്പർ കൺട്രോൾ വേണം. അതിനൊരു നല്ല നെറ്റ്വർക്കിംഗ് ജർമ്മനിയിൽ വേണം. അത് ഇവിടുന്ന് തന്നെ അവർ ചെയ്യേണ്ടതുണ്ടാവും. സ്കിൽ ഡെവലപ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സസ് ചെയ്യണം. ഡെഫിനറ്റായിട്ടും ജർമ്മൻ ലാംഗ്വേജിൻ്റെ മേലെ അവർക്കൊരു നല്ല കമാൻഡ് വേണം. റൈറ്റ്, ഈ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രമേ ഓപ്പർച്യൂണിറ്റി കാർഡിനെ നോക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഉറപ്പായിട്ടൊരു ചാലഞ്ചിങ് കാർഡായിരിക്കും. ഇവിടെ ഉള്ളത് ഉണ്ടാവില്ല, പിന്നെ അവിടെ പോയിട്ടൊന്നും കിട്ടുന്നുണ്ടാവില്ല, പിന്നെ തിരിച്ച് വരേണ്ടിയും വരും. സോ ദാറ്റ് ഹാസ് ടു ബി ടേക്കൺ കെയർ. ജർമ്മനിയിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ വേറൊരു കൺസേൺ ആയിട്ടുള്ള ഏരിയ ഡിപ്പെൻഡൻറ്റ് വിസൻ്റെ പോസിബിൾ ആണോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈം പീരീഡ് എങ്ങനെയാണ്, റിജക്ഷൻ റേറ്റ്സ് എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ? അതിൻ്റെ ഒരു കേസിൽ ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് കുറച്ച് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ബട്ട് അതിൻ്റെ ഒരു റിയൽ കേസ് സിറ്റുവേഷൻ എന്താണ്? എല്ലാവർക്കും ഡിപ്പെൻഡൻറ്റ് പെട്ടെന്ന് പോസിബിൾ ആണോ, അല്ലെങ്കിൽ ആ ഒരു വിസക്കുള്ള ടൈം പീരീഡും കാര്യങ്ങളൊക്കെ? ഇത് നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ടോ? ഡിപ്പെൻഡൻറ്റ് വിസ ജർമ്മനിയിൽ ഇപ്പം UK പോകുന്ന പോലെ ഒരിക്കലും ഹസ്ബൻഡിൻ്റെ സ്പൗസിനെ ഒന്നിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റില്ല. ഹസ്ബൻഡിനെ ഓർ വൈഫിനെ ഒന്നിച്ച് കൊണ്ടുപോകാൻ, സ്റ്റുഡൻറ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അവിടെ എത്തിയിട്ട് അവരുടെ RP കാർഡ് അവിടെ റെഡി ആയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അവരുടെ അക്കോമഡേഷനൊക്കെ റെഡി ആക്കിയിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അത് ഓരോ പ്രൊവിൻസ് അനുസരിച്ചിട്ടും അത് മാറിക്കൊണ്ടിരിക്കും. ആക്ച്വലി ഓരോ പ്രൊവിൻസിലും ഓരോ പോലെയാണ് ഡിപ്പെൻഡൻറ്റ് വിസയുടെ സിനാരിയോ വരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി നമുക്കൊരു 16 ഡേയ്സ് കൊണ്ട് ബെർലിനിലുള്ളൊരു വിസ കിട്ടിയിട്ടുണ്ട്. 6 മാസം എടുത്ത് കിട്ടിയ സിനാരിയോയും ഉണ്ട്. ചെയ്ത് കൊടുക്കാറുണ്ടോയെന്ന് വെച്ചാൽ, നമുക്ക് അത് നേരത്തെ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി കാർഡ് പോലെ തന്നെയാണ്. നമ്മൾ ഡിപ്പെൻഡൻറ്റ് വിസയായിട്ട് മാർക്കറ്റ് ചെയ്യാറില്ല. പക്ഷേ ഇങ്ങോട്ട് നമ്മളോട് എൻക്വയറി ചെയ്യുന്ന ആൾക്ക് നമ്മളത് പ്രോപ്പറായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈവൻ റിജക്റ്റ് ആയ കേസ് വരെ നമുക്ക് ത്രൂ ആക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നമുക്ക് ചില കേസിലൊക്കെ കുട്ടികൾ 7-8 വയസ്സുള്ള കുട്ടികളും 40 above ഏജുള്ള ഹസ്ബൻഡ്സ് അങ്ങനെയൊക്കെ വന്നിട്ട് ആ കേസ് പോലെ നമുക്ക് ത്രൂ ആക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. യെസ്. സോ വൈ ആർ ഡൂയിങ് ദിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വാട്ട് എക്സാക്ട്ലി യു ആർ ഡൂയിങ്?
ഇത് ചെയ്യാനുള്ളൊരു വൈ എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് മൈ ലൈഫ് ഇറ്റ് സെൽഫ് ആക്ച്വലി. ഞാൻ ഒരുപാട് എനിക്ക് താല്പര്യമില്ലാത്തൊരു ഫീൽഡിലേക്ക് ഞാൻ പോയി. അവിടുന്ന് അത് റിയലൈസ് ചെയ്യാൻ എനിക്ക് ഒരുപാട് സമയമെടുത്തു. അതൊന്ന് തിരിച്ചു വന്നിട്ട് ഇപ്പം എനിക്ക് സന്തോഷം തരുന്നൊരു ജോലി എനിക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയമെടുത്തു. നമ്മൾ നാട്ടിൽ നിന്ന് MBBS അല്ലെങ്കിൽ BHMS BDS കഴിഞ്ഞിട്ട് ജർമ്മനി നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു കേസിൽ ഒരു ടേക്ക് നമുക്ക് എന്താണ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? നീറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു MBBS പുറത്ത് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന് ട്രൈ ചെയ്യുന്ന ആൾക്കാർ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ട് മാത്രം അത് ചെയ്യാന്നുള്ളതാണ് പറയാനുള്ളത്. ചില കോഴ്സസിൻ്റെ കേസിലേക്ക് വരികയാണ്. ഇപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ റീസെൻറ്റ് എൻക്വയറി വന്നിട്ടുള്ളതൊക്കെ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ സൈക്കോളജി, എക്കണോമിക്സ് കഴിഞ്ഞ ആൾക്കാർ, ഇങ്ങനത്തെ പല ഏരിയാസിലുള്ള ആൾക്കാരുടെ ഓപ്പർച്യൂണിറ്റീസ് 2 തരത്തിൽ പറയാം. പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഫോർ ദാറ്റ് മാറ്റർ ജർമ്മനി ആസ് എ കൺട്രിയിൽ നമ്മളെ നാട്ടിലത്തെ പോലെ പ്ലേസ്മെൻറ്റ് ആരും കൊടുക്കില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ചിട്ട് അവർ ഓരോ വർഷം ഒരു Deutschland.de എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ജർമ്മനി എന്ന് പറഞ്ഞൊരു മാഗസിൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ മാഗസിനിൽ ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ചിട്ട് 17 മില്യൺ ജോബ്സ് വേക്കൻ്റ് ആണ് ജർമ്മനിയിൽ.